പോലീസുകാരൊക്കെ ചെറ്റകളാണ് ലോയ ബ്രോ. എൻ്റെ പോലീസുകാർ പൊതുജനങ്ങളോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്നൊരു കമന്റാണ്. സിമിലർ ടൈപ്പ് ഓഫ് കമന്റ്സും ഉണ്ട്. അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മൾ പബ്ലിക്കിന് പോലീസുകാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർ നടത്തുന്ന സാക്രിഫൈസുകളെ പറ്റി ഒരു നോളേജും ഇല്ല. അവരുടെ വർക്ക് പ്രഷറിനെ പറ്റി, വർക്ക് അവറൊക്കെ അവർക്ക് ഭയങ്കര കൂടുതലാണ്. എന്നിട്ടും ആരോടും പരാതി പറയാതെ വർക്ക് ചെയ്യുന്ന പോലീസുകാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഇന്ന് പബ്ലിക് ഭയങ്കര വയലന്റ് ആണ് ലഹരിയുടെ ഉപയോഗം കാരണം. അതുകൊണ്ട് എത്ര പോലീസുകാരാണ് ആക്രമിക്കപ്പെടുന്നത്, എത്ര വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത്. അതേപോലെ തന്നെ ഈ രാഷ്ട്രീയപരമായ പ്രഷറും ഈ വർക്ക് പ്രഷറിന്റെയും ഇടയിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന പോലീസുകാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. എൻ്റെ എല്ലാ സൊസൈറ്റിയിലുള്ള പോലെ ചില നെഗറ്റീവായ ആളുകളുണ്ടാവും. അവർ നെഗറ്റീവായ കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ എല്ലാവരും പോലീസ് മൊത്തത്തിൽ മോശമാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ ഒരു വാദം. പിന്നെ പറയാനുള്ളത്, കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ട്. അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ് പോലീസുകാരുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന സൂയിസൈഡ് ടെൻഡൻസി, അതേപോലെ സൂയിസൈഡുകളെ പറ്റി. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എന്തൊക്കെയാണ്. ഒരു ലീവൊക്കെ കിട്ടിയിട്ട് ഫ്രണ്ട്സിൻ്റെയും ഫാമിലിയുടെ കൂടെ എൻജോയ് ചെയ്യാനുള്ള ട്രിപ്പ് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ ലീവ് ക്യാൻസൽ ചെയ്ത് ആരോടും പരാതി പറയാതെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിക്കുന്ന കുറേയധികം പോലീസുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് റെസ്പെക്ട് ദം. ഇതൊക്കെ പറയാൻ നീ ആരോടാണ് ചോദിക്കുന്ന ആൾക്കാരോട്, ഈ പറയുന്ന എന്നെ, ഈ ലോയ ബ്രോനെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയത് ഒരു പോലീസുകാരനാണ്. എൻ്റെ അച്ഛനൊരു പോലീസുകാരാണ്. സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് റെസ്പെക്ട് പോലീസ്മെൻ. താങ്ക് യു.